മക്കളെ നേരെ ചൊവ്വൊന്ന് കാണാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞങ്ങൾക്ക് അത്രയും ഞങ്ങൾ ബുദ്ധിമുട്ടിട്ട് ഈ കായംകുളത്തുണ്ടല്ലോ വലിയ വലിയ കടക്കാർ മാത്രം ജീവിച്ചു പോകാനേ പറ്റത്തുള്ളൂ. നമ്മളെ പോലെ ചെറിയ ചെറിയ കടക്കാരുണ്ടല്ലോ അവിടെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ കായംകുളത്തുള്ള കണ്ണൂർ റെസ്റ്റോറന്റ്, അങ്ങനെ തന്നെയാണ് അതിന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. കണ്ണൂർ റെസ്റ്റോറന്റ് ഉടമകളായിട്ടുള്ള രണ്ടുപേരെയാണ് നമ്മളിപ്പോ ഈ കണ്ടത്. ഇവരെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ബാക്കി ഇവരുടെ വീഡിയോ കൂടി തന്നെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇന്നലെ ഈ ലേഡി എന്നെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ച് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ പേരിലാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവരുടെ റെസ്റ്റോറന്റിൽ 2-ാം തീയതി ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു എന്താ പറയാ ഫുഡ് ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ആ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും പല അടുത്തുള്ള കടകളിലൊക്കെ കയറിയ കൂട്ടത്തിൽ ഇവരുടെ ഷോപ്പിലും കയറി CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ അവരിലുണ്ട്. പ്രത്യേകിച്ച് ഒന്നും അവിടെ നിന്ന് കിട്ടിയില്ല. ആകെ ഒരു ഫ്രോസൺ ആയിട്ടുള്ള മിൽക്ക് ഉണ്ടായിരുന്നു, ഡേറ്റ് കഴിഞ്ഞ മിൽക്ക്. അത് ഇവർ ഇതിന്റെ അത് പറയുന്നുണ്ട്, അത് മാത്രമേ പിടിച്ചെടുത്തിട്ടുള്ളൂ. അപ്പൊ മറ്റു കാര്യങ്ങളൊക്കെ ബാക്കി ഇവരുടെ ഈ വീഡിയോ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇത് ഞങ്ങൾ നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം വരെ ബാധിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാലും ഞങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഞങ്ങൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. കുഴപ്പമില്ല, എന്നാൽ ഞങ്ങൾ ഇത് ഏതറ്റം വരെ എത്തിയാലും കുഴപ്പമില്ല, എങ്ങനെ ബാധിച്ചാലും കുഴപ്പമില്ല. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ദയവ് ചെയ്ത് ഈ ലാസ്റ്റ് വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം ജൂലൈ 2-ാം തീയതി കായംകുളത്തുള്ള എല്ലാ ഹോട്ടലുകളും ചെക്കിംഗ് ഉണ്ടായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ വക. അപ്പം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചെക്കിങ്ങിന് വന്നിട്ട് ഒരുപാട് ഹോട്ടലിൽ നിന്ന് പഴകിയ ഫുഡും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഒരുപാട് ചാനൽ, അതായത് കായംകുളത്തുള്ള ലോക്കൽ ചാനലിലൊക്കെ ഇതിന്റെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ വന്ന കമന്റുകളെല്ലാം എന്താണ് പേര് വെളിപ്പെടുത്താത്തതെന്നാണ്. അപ്പം ഇന്ന് ആ ചാനലിൽ പേര് വെളിപ്പെടുത്തി എന്ന് പറയുന്നത്, അതായത് ഞാൻ ഇട്ടേക്കാവേ, അവസാനം പേര് വെളിപ്പെടുത്തി നഗരസഭ എന്ന് കൊടുത്തിട്ട് കായംകുളത്ത് നിന്ന് ഭക്ഷണങ്ങളെല്ലാം പിടിച്ചെടുത്തല്ലോ, പഴയ ഭക്ഷണങ്ങളെല്ലാം പിടിച്ചെടുത്തു. അതിൽ നമ്മളുടെ പേരാണ്, അതായത് കണ്ണൂർ റെസ്റ്റോറന്റ് എന്നാണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. അത് കൂടാതെ 8ഓളം ഹോട്ടലുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളുടെ ഹോട്ടലിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഈ 2-ാം തീയതി ഞങ്ങളുടെ ഹോട്ടലിൽ ആരും വന്നിട്ടുമില്ല, ചെക്ക് ചെയ്തിട്ടുമില്ല, ഞങ്ങൾക്ക് ഒരു ഭക്ഷണങ്ങളും പിടിച്ചിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ CCTV റെക്കോർഡ് മൊത്തം ഉണ്ട്. പക്ഷേങ്കിൽ 24-ാം തീയതി ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ വന്നിട്ടുണ്ടായിരുന്നു, രാത്രി കട അടയ്ക്കുന്ന ടൈമിൽ. ഓ സോറി, എന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റിയത്. 2-ാം തീയതി വന്നിട്ടില്ല, 24-ാം തീയതിയാണ് വന്നത്. ആ വന്ന സമയത്താണ് ഈ പഴയ പാലിന്റെ ഒരു ഫ്രോസൺ ആയിട്ടുള്ള മിൽക്ക് അവിടെ നിന്ന് കിട്ടിയത്. വന്നിട്ടുണ്ടായിരുന്നു. അവരൊരു ക്യാപ്പ് പോലും വെക്കാതെ കിച്ചണിലൊക്കെ കയറി ചെക്ക് ചെയ്തിട്ട് അവർക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ജ്യൂസ് കൗണ്ടറിലോട്ട് അവർ വരികയും ചെയ്തു. ജ്യൂസ് കൗണ്ടറിലാണെങ്കിൽ നമുക്കിപ്പം ഷേക്ക് കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, പകരം നമ്മൾ ലൈം ജ്യൂസ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അതില് ഒരു ഫ്രോസൺ മിൽക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രോസൺ മിൽക്ക് 21-ാം തീയതി. ഞാൻ നിങ്ങൾക്ക് പലർക്കും അറിയാം, ഞാനാണെങ്കിൽ സ്റ്റാറ്റസ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. 22-ാം തീയതി കട ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കട ക്ലോസ് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടവര് ഒരുപാട് പേരുണ്ട്. അപ്പോ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? ഇവിടെ ഒരുപാട് വലിയ വലിയ ഹോട്ടലുകൾ ഇപ്പൊ പൊങ്ങുന്നുണ്ട്. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നുന്നത് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് അവർ ഇതിനെ കുറിച്ചൊന്നും എൻഡോസ് ചെയ്യാതെ അവര് മൈൻഡ് പോലും ആക്കാണ്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതൊന്നോ ഇവരടുത്ത് സംസാരിച്ചപ്പോഴേക്കും എന്തോ ഒരു സംസാരം നടക്കുന്നുണ്ട് എന്ന് മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ന്യൂസ് പുറത്തു വിട്ടത് ആരാണ്? ആരുടെ സൈഡിൽ നിന്നാണ് ഇത്രയും പേരുകൾ, ഈ റെസ്റ്റോറന്റ് പേരുകൾ പുറത്തു? നഗരസഭയിൽ ആയിരിക്കില്ല പറഞ്ഞത്. അപ്പൊ ഏത് ചുമതലപ്പെട്ട ആളാണ് ഈ കാര്യങ്ങളൊക്കെ ന്യൂസ് ചാനൽ അല്ലെങ്കിൽ ഇതുപോലെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള എന്താ പറയാ ഇൻസ്റ്റാഗ്രാം പേജുകൾ മറ്റുമൊക്കെയാണ്, അതിലൊക്കെയാണ് വന്നേക്കുന്നത്. അല്ലാതെ അത്ര അങ്ങനെ വലിയ ന്യൂസ് ആയിട്ടൊന്നുമില്ല. എന്നാൽ അത് അവരെ ബാധിക്കും. കാര്യം ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ന്യൂസുകളും എന്റെ പേജുകൾ ആയതുകൊണ്ട് അവരെ ബാധിക്കും. സോ ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ആരാണ് ഈ ന്യൂസ്, ഈ കുറച്ച് ചാനൽസിന്റെ ഫോട്ടോസ് ഒക്കെ അവർ എനിക്ക് അയച്ചു തന്നു, കുറച്ച് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഒക്കെ കായംകുളത്തുള്ള ന്യൂസിന്റെ ഇതൊക്കെ. അപ്പൊ ആരാണ് നിങ്ങൾക്ക് ഈ ന്യൂസ് തന്നത്? അത് ഈ പറഞ്ഞ ന്യൂസിന്റെ ആൾക്കാർ തന്നെ പുറത്തുവിടണം. ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കുമല്ലോ. അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ സ്വാധീനം ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ടോ, ഇങ്ങനെ ഒരു പേര് പുറത്തു പറയണമെന്ന്? അല്ലെ, മൊത്തത്തിൽ നമ്മൾ കുറെ നാളായി ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ചോദിച്ചു പോകുന്നതാണ്. എന്ന് കരുതിയിട്ട് ഞങ്ങള് കടവും ഇടവും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞങ്ങളെ സാഹചര്യം അതാണ്. ഞങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങൾ അത്രത്തോളം കടം വലിയ രീതിക്ക് ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. എവിടുന്നാണ് നിങ്ങൾ ഇങ്ങനെ പഴകിയ ഫുഡ് പിടിച്ചെടുത്തത്? ഞങ്ങളുടെ ഹോട്ടലിൽ അല്ല, പോട്ടെ, നിങ്ങൾ 2-ാം തീയതി എപ്പോഴാണ് ഞങ്ങളുടെ ഹോട്ടലിൽ ചെക്കിങ്ങിന് വന്നത്? 24 hours വീഡിയോസിന്റെ നമ്മുടെ റെക്കോർഡ് കിടക്കണം. അതിൽ ഒരു വട്ടം നിങ്ങൾ കാണിക്കും. ഈ നഗരസഭയിൽ നിന്നുള്ളവർ ഒരു വട്ടം അത് കാണിച്ചു തരണം. കാര്യം ഈ 2-ാം തീയതി വന്ന് ഞങ്ങളുടെ ഇവിടുന്ന് പഴകിയ ഫുഡ് പിടിച്ചെന്നുള്ള ഇത് കാണിച്ചു തരണം. ഇവിടെ ഒരുപാട് ഫുഡ് നിരത്തി വെച്ചിട്ടുണ്ട്. അതിലേതാണ് ഞങ്ങളുടെ ഫുഡ് കൂടെ നിങ്ങൾ കാണിച്ചു തരണം. നിങ്ങൾ ഒരുപാട് പഴകിയ ഫുഡിന് പിടിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഞങ്ങളുടെ ഫുഡ്? ഞങ്ങളുടെ കടയിൽ നിന്ന് പിടിച്ചെടുത്ത ഫുഡ് ഏതാണ്? ആ ഫോട്ടോ ഞാനും കണ്ടതാ. അതായത് കുറെ ഫുഡ് അങ്ങനെ നിരത്തി വെച്ചേക്കുക. അതിപ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഫുഡുകൾ പിടിച്ചെടുക്കുമ്പോൾ അതിൽ ഹോട്ടലിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം, അതൊന്നുമില്ല. പിന്നെ അതിന്റെ ഇടയ്ക്ക് അവിടെ പല ഹോട്ടലുകാരും കറങ്ങി നടക്കണായിട്ട് കണ്ടു എന്നൊക്കെ ദൃക്സാക്ഷികളൊക്കെ പറഞ്ഞായിട്ട് ഇവര് പറഞ്ഞായിരുന്നു.
സോ ദാറ്റ് മീൻസ് പലരുടെയും പേര് ഇതിന്ന് ഒഴിവാക്കിയിട്ടുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? ഞാൻ നഗരസഭ എന്തെങ്കിലും ചെയ്തു എന്നല്ല പറഞ്ഞത്. സംതിങ് ഈസ് സംവെയർ റോങ് എന്നുള്ളത് ഈ ഒരു കഥ മൊത്തം കേട്ട് അല്ലെങ്കിൽ ഇവരുടെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇവരായിട്ട് പേഴ്സണലി സംസാരിച്ചപ്പോഴും എനിക്കത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അറിയാം. ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയല്ല. കഴിഞ്ഞ 24-ാം തീയതി ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ 24-ാം തീയതി വന്നിട്ടുണ്ട്. ഒരു ഫോസന്റെ മിൽക്ക് പിടിച്ചിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ ഞാൻ ഇട്ടേക്കാം. എന്നിട്ട് 25-ാം തീയതി ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ണൂർ റെസ്റ്റോറന്റ് ഓയങ്കി ജംഗ്ഷനിൽ വെസ്റ്റ് ഈ വേസ്റ്റ് മാലിന്യങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ അല്ലെ ഞങ്ങളുടെ കണ്ണൂർ റെസ്റ്റോറന്റ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഇവിടെ ഒരു വീഡിയോ കൊടുത്തേക്കാം. അത് കണ്ണൂർ റെസ്റ്റോറന്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറ. ഇവരെന്നെ തെളിയിച്ചേട്ടെ. ഇത് ഏത് റെസ്റ്റോറന്റ് ആണ്? ഇനി ഒന്നും ഇതാവാനില്ല. ഞങ്ങൾ കട പൂട്ടിയിട്ടാൽ കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് ഇതിപ്പോ ഈ വീഡിയോ ഇടുമ്പോ ഇനി ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാം. ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ മറുപടി ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഞങ്ങൾക്ക് അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഓരോ വ്യക്തിയോടും ഓരോ മറുപടി പറയാണ്. ഹലോ, നമ്മുടെ ഈ ഫുഡ് തന്നെയാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ എടുത്തോണ്ട് കൊടുക്കുന്നത്. നമ്മൾ അതിന്റെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള ഫുഡ് കൊടുക്കും. ഈ ഫുഡ് പിന്നെ 2-ാം തീയതി ഇവർ ചെക്കിങ് നടന്നിട്ട് അന്നത്തെ ദിവസം ഇവർ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നഗരസഭയുടെ ഫ്രണ്ടിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഫുഡ്. ആ ഫുഡ് ഓരോ ഹോട്ടലിലെ പേരെഴുതി അവർ എന്തുകൊണ്ട് വെച്ചില്ല? അതിനകത്ത് കണ്ണൂർ റെസ്റ്റോറന്റോ വേറെ റെസ്റ്റോറന്റോ അവർ പേരെഴുതി വെക്കണം. ഞങ്ങളുടെ ഏതാണ് ഫുഡ്. സത്യം ആ ഫോട്ടോയും പിന്നെ ഈ പേരുകളും കാണുമ്പോഴേക്കും ഇത് ഏത് ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്താന്ന് പോലും മനസ്സിലാവില്ല. എല്ലാം ഇവരുടെ ഹോട്ടലിൽ തന്നെ പിടിച്ചെടുത്താന്നുള്ള രീതിയിലൊക്കെ എന്തോന്നറിയത് ഫുഡ് കാണിച്ചല്ലോ. നീളത്തിന് കുറെ പഴകിയ ഫുഡ് വെച്ചേക്കുന്ന കാണിച്ചല്ലോ. അതിലേതാണ് കണ്ണൂർ റെസ്റ്റോറന്റ് ഫുഡ്? ഒന്ന് കാണിച്ചാ ഞങ്ങൾക്ക് ഇതിൽ ഏതാണ് പിടിക്കുമ്പോ അവർ അതിനകത്തുള്ള റെസ്റ്റോറന്റ് പേരും കൂടെ അവർ മാനമായിട്ട് അതിനകത്ത് എഴുതി വെക്കണം. ഒരു സാമ്പിൾ എടുത്തോണ്ട് പോയതുണ്ടല്ലോ. അതിനകത്ത് കാണും എവിടെ ഇവര് ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്തോണ്ട് പോയി. ഇവരെന്ത് ഞങ്ങൾ അന്ന് ഈ 24-ാം തീയതി ഉള്ള റെക്കോർഡ് ഉണ്ട്. അവർ ഞങ്ങളുടെ കടയിൽ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ കടയിലും കയറി. രണ്ടിടത്തുനിന്ന് ഒരു സാധനം പോലും അവർ കിട്ടിയിട്ടില്ല. അവര് കൈവീശി ഇറങ്ങി പോരുന്നത്. പിന്നെ എങ്ങനെ 2-ാം തീയതി 24-ാം തീയതി ഇത് കഴിഞ്ഞിട്ട് 2-ാം തീയതി ഫുഡ് പിടിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളുടെ റെസ്റ്റോറന്റ് പേരൊക്കെ എങ്ങനെ വന്നു? അതുമാത്രം ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ കടയിൽ നിന്ന് പിടിച്ചെടുത്ത ഫുഡ് പഴകിയ ഫുഡ് അതൊന്ന് കാണിച്ചതാ. ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് അയ്യയ്യേ ഇത് ആരുടെ ഇൻസ്ട്രക്ഷൻ വേണ്ടി പോയത്? എന്തൊരു മോശം പരിപാടിയാണിത്. ഇതെന്ത് കരുതി കൂട്ടി ആരോ ചെയ്യിപ്പിച്ച പോലെയാണ് എനിക്ക് ഫീൽ ആക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു മിസ്റ്റേക്കും ഇല്ല. അവര് മിസ്റ്റേക്ക് ഇല്ല എന്ന് പറയുമ്പോ പിന്നെ ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഇടേ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ ലാസ്റ്റത്തേക്ക് പറയാതാ നല്ലത്. കാര്യം ഇപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി അങ്ങോട്ട് പോകും. എന്നാലും ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചെക്കിങ്ങിന് വന്നിട്ട് ഒരു സാധനം പിടിച്ചെടുക്കാത്ത ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഫേക്ക് ന്യൂസ് ഒക്കെ ആരാ സ്പ്രെഡ് ചെയ്തത്? ഓരോ ഹോട്ടലിലൊക്കെ ഓരോ ഇതുപോലെ റൈഡ് വരുമ്പോഴും ഓരോന്ന് പിടിച്ചെടുക്കുമ്പോഴൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ പറയും ഇന്ന സാധനം പിടിച്ചു, പഴകിയ മയോണൈസ് പിടിച്ചു എന്നൊക്കെ. അപ്പൊ ഇവിടെ നിന്ന് എന്താ പിടിച്ചെടുത്തത്? ഒരു പാക്കറ്റ് ചീഞ്ഞ പാല. ഈ ഫോണത് ഞാൻ ആര് വന്ന് ചെക്ക് ചെയ്തോട്ടെ? 24-ാം തീയതി മുതൽ 2-ാം തീയതി വരെ അല്ലെങ്കിൽ 3-ാം തീയതി ഇന്ന് വരെ ചെക്ക് ചെയ്തിട്ട് അവർ കണ്ടുപിടിക്കട്ടെ. ഇതിനകത്താണ് അവർ ഇറങ്ങി പോകുന്ന രംഗങ്ങളുണ്ടായി. ഫുഡ് പിടിച്ചാൽ അവർ ഇറങ്ങി പോകുന്ന രംഗങ്ങൾ അതിനകത്ത് കാണുമല്ലോ. കാണിച്ച 2-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി പിടിച്ചെന്നല്ല വേറൊരു കാര്യം 24-ാം തീയതി ഇവർ വന്നു. ഞങ്ങൾക്ക് ഫൈന് കാര്യങ്ങളൊന്നും തന്നിട്ടില്ലായിരുന്നു. കുഴപ്പമില്ല. ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് വീഡിയോ ഒന്ന് എടുത്തിട്ട് അയച്ചേക്കണേ. എന്നിട്ടേ കട തുറക്കാവുള്ളൂ. അപ്പൊ ഇത് കുറെ ഉണ്ട് വീഡിയോ. 10-13 മിനിറ്റ് വീഡിയോ ഉണ്ട്. ഇതിനകത്ത് ഫുള്ള് ഒരു സെയിം കാര്യങ്ങൾ തന്നെ പറയുന്നത്. അതായത് റിപ്പീറ്റഡ്ലി പറയുന്നത് ഇതുപോലെ ചെക്കിങ്ങിൽ വന്നിട്ട് ആകെ പിടിച്ചൊരു പാലിന്റെ കവർ, എന്നിട്ട് അവർ റെസ്റ്റോറന്റിന്റെ പേര് പഴകിയ ഫുഡ് പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ന്യൂസുകൾ കാര്യങ്ങളൊക്കെ വന്നു. പ്രാദേശികമായിട്ടുള്ള അവിടെയുള്ള കുറെ ചാനലുകളിലും ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ആയിട്ട് കൂടുതൽ വന്നതിന്റെ പേരിൽ അത് അവരെ അഫക്ട് ചെയ്ത്, അവരെ ബിസിനസ്സിനെ അഫക്ട് ചെയ്ത്, അവരാകെ ഇത് ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ ലേഡിയായിട്ട് നല്ല സംസാരിച്ചപ്പോഴും അവർ അത്യാവശ്യം ഇമോഷണൽ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ് ഡിപ്പെൻഡ് ചെയ്താണ് ഇവരുടെ ലൈഫ് പൊക്കോണ്ടിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്ത് അവരെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെ കുട്ടികൾ, എസ്പെഷ്യലി അവർ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ആയിട്ട് പലരും ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ആ കുട്ടികൾക്ക് നാണക്കേടാവുന്നുണ്ട്. അവരുടെ മെന്റൽ സ്റ്റേറ്റ് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പുറകെ ആര് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ടത് നാളെ തിരിച്ച് ഇതേ സാധനം നിങ്ങളുടെ തലയിൽ തന്നെ വന്നിരിക്കും ഉറപ്പായിട്ടും. ഓക്കെ, ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇത് ഒരു എന്താ പറയാ മുനിസിപ്പാലിറ്റിക്കാർ ചെയ്തു വെച്ചൊരു മണ്ടത്തരം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അങ്ങനെ ഒരു ന്യൂസ് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ പുറകിൽ നല്ല രീതിയിൽ അത് മുതലെടുത്ത് കളിച്ച ഏതെങ്കിലും റെസ്റ്റോറന്റ് ടീമുകൾ ഉണ്ടാവും തന്നെയാണ് എന്റെ വിശ്വാസം. ഒന്നൊരു പുതിയതായിട്ട് തുടങ്ങാൻ പോണതോ അല്ലെങ്കിൽ അവിടെ ഉള്ളതായിട്ടുള്ള ഏതെങ്കിലും ടീം അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്ന് കളിക്കത്തില്ല. കാര്യം ഇവര് കുറച്ച് സ്ക്രീൻഷോട്ട് അയച്ചു തന്നതിൽ കമന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് ആയിട്ട് ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഉൾപ്പെടെ വന്നിട്ട് കമന്റ് ഇടുന്നത് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല രീതിക്ക് വളരെ മോശമായ രീതിയിൽ സൈബർ ബുള്ളിങ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ട്. ആ റെസ്റ്റോറന്റിനെ ഫുള്ളി ഡിഫെയിം ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ
ആരോ കിടന്ന് പുറകെ കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാനത് എന്റെ ഒരു ഇൻറ്റ്യൂഷനാണ്. എനിക്ക് ഉറപ്പുള്ള കാര്യമല്ല. ഞാനത് അവരോട് ഷെയർ ചെയ്തപ്പോഴും അവരും പറഞ്ഞത് അത് തന്നെയാണ്. അങ്ങനെ തന്നെ തോന്നുന്നത്. കാര്യം ഇതിന്റെ പുറകെ ആരോ കിടന്ന് കളിക്കുന്നുണ്ട്. കാര്യം നല്ല സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന റെസ്റ്റോറന്റ്. ഈ പറഞ്ഞ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫേക്ക് അക്കൗണ്ടും അല്ലെങ്കിൽ ഞഞ്ഞാ മുഞ്ഞ കമന്റ് ബോക്സിൽ ഒന്ന് എന്തും പറയാന്നുള്ള രീതിയിൽ ഒന്ന് പണയാൻ നിൽക്കണ്ട. പ്രൂഫോട് കൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കുക. പ്രൂഫോട് കൂടിയുള്ള സാധനം നിങ്ങൾ ഇന്ന റെസ്റ്റോറന്റിൽ നിങ്ങൾക്ക് ഫുഡ് കഴിച്ച് ഇന്ന വിഷയം ഉണ്ടായെന്നുള്ളത് അയക്ക്. അല്ലാതെ വന്നിട്ടേ ഇല്ല മറ്റേ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അപ്പുറത്തെ ടീമുകൾ വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഛർദ്ദിക്കുമല്ലോ, ആ പരിപാടി വേണ്ട. അത് നമ്മളത് എന്റർടൈൻ ചെയ്യാറില്ല. കണ്ടതിനെ മനസ്സിലാവൂടെ. അത് ഇവരുടെ കമന്റിന്റെ കുറെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നപ്പോൾ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. ഞാൻ അപ്പൊ തന്നെ ഉറപ്പിച്ചു, ഇത് ഇങ്ങനെ എന്തോ ഒരു പരിപാടിയാണത്. മുനിസിപ്പാലിറ്റിയുടെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ അത് അവർ അഡ്മിറ്റ് ചെയ്യാതെ ഇവര് ഈ രണ്ട് പാർട്ടീസ് തമ്മിൽ സംസാരിച്ചിട്ട് അത് എങ്ങനെയാ വെച്ചാൽ ഡീലാക്കട്ടെ. അതിൽ ഇടപെടാൻ പറ്റത്തില്ല. സർക്കാർ കാര്യമല്ലേ, നമ്മളൊന്നും തൊടാതിരിക്കില്ല നല്ലത്. തൊട്ടാ പൊള്ളും, അല്ലെങ്കിൽ പൊള്ളിക്കും. ഇത് ബേസിക്കലി ഇത്ര ഉള്ളൂടാ. എന്റെ അഗെയിൻ ഞാൻ എന്റെ ഒരു ഇൻഡ്യൂഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് വേറെ ഏതോ ടീം കയറിയിട്ട് ഇടയിൽ നല്ല കളി കളിച്ചത് തന്നെയാണ്. പാവങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകേണ്ടതിന് ഇവിടെ ഈ ഒരേ സെയിം ഇതിൽ തന്നെ നിൽക്കുന്ന ഇതുപോലത്തെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങൾ അല്ലെ റെസ്റ്റോറന്റ്, അങ്ങനെയുള്ള ഈ മാതിരി തന്തയില്ലാമത്ര ഇതിന്റെ ഇടയിൽ കിടന്ന് കാണിച്ച് ഒരാളുടെ വയറ്റിപ്പഴുപ്പോ അല്ല കഞ്ഞിയൂടി അവരുടെ കുടുംബം നശിപ്പിക്കാൻ നോക്കുന്ന അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടല്ല. ഭയങ്കര മോശം. പിന്നെ നീ എന്ന് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുനടക്കേണ്ട കാര്യമൊന്നുമില്ല. വേറെ വല്ല പേരൂടായിട്ട്. ഞാൻ കണ്ണൂർ റെസ്റ്റോറന്റിന്റെ കാര്യം അല്ലാട്ടാ പറഞ്ഞേ. ഇത് മുതലെടുത്ത് കളിച്ച ബദൂരികളുടെ അടുത്താ പറഞ്ഞേ. ആൾക്കാരൊക്കെ മനസ്സിലായി തുടങ്ങുന്നുണ്ട് എന്താ ഏതാ കാര്യം എന്നുള്ളതൊക്കെ. അത് അധികം വരാണ്ട് കർമ്മ എന്ന് പറഞ്ഞ സാധനമില്ല. തിരിച്ചു നിങ്ങൾക്ക് അതുപോലെ തന്നെ കിട്ടും. കിട്ടുമ്പോ ഇവരെന്തായാലും ഇമാരി ചട്ടത്തില് നിങ്ങളോട് ചെയ്യാൻ നിൽക്കത്തില്ല. അത് ചെയ്ത ആരാണെങ്കിലും അവരോട് പറഞ്ഞ ഇമാരി ചട്ടത്തിലൊന്നും ഈ കണ്ണൂർ റെസ്റ്റോറന്റ് പറഞ്ഞ ലേഡിയും കാര്യങ്ങളൊന്നും നിങ്ങളോട് ചെയ്യാൻ നിൽക്കില്ല. കാര്യം അവരത് അനുഭവിച്ചു. ഇപ്പൊ നല്ല രീതിക്ക് അവർ അനുഭവിക്കുന്നുണ്ട്. അവരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ സിറ്റുവേഷനൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതേ അനുഭവം മറ്റൊരാൾക്ക് അവർ കൊടുക്കൂല എന്നാണ് എന്റെ വിശ്വാസം. അപ്പോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. കാര്യം വേറൊരു കണ്ടന്റ് ഒന്ന് നൈറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ മുമ്പായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയി പോയി. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഇങ്ങനത്തെ ന്യൂസുകൾ വന്നതിന്റെ പുറകെ ഇങ്ങനത്തെ ചില കഥകളും ഇങ്ങനത്തെ ചില സത്യങ്ങളും ഉണ്ടാവും. അത് ഈ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതൊന്നും വന്ന് സംസാരിക്കുകയും ചെയ്യില്ല. നമ്മളാരും അറിയില്ല. ഇവര് അത്യാവശ്യം ഒരു ഫോളോവേഴ്സ് കൗണ്ട് നല്ല വ്യൂഷിപ്പ് ഉള്ളത് കൊണ്ട് അവർ വന്ന് തുറന്ന് പറഞ്ഞു. കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയിച്ചു. നല്ല കാര്യം. ഇനി അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ട് പോട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഓൾ ദ ബെസ്റ്റ്.